പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സായാഹ്നത്തിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈശോയോടൊപ്പം അല്പസമയം നമുക്കായിരിക്കാം. ഇന്നത്തെ ദിവസം കർത്താവ് നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറയുകയും ഇനി ഈ സായാഹ്നത്തിൽ ഏതെങ്കിലുമൊക്കെ ആകുലതകൾ മനസ്സിൽ, ഹൃദയത്തിൽ, ജീവിതത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം ഈശോയുടെ തൃപ്പാദത്തിങ്കൽ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യുക. ഒരു ചെറിയൊരു സന്ദേശം ഈശോയുടെ അടുത്ത് നിങ്ങൾക്ക് നൽകാനുള്ളത് സങ്കീർത്തനം 84:11. പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കണം. പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല. നീ വിശുദ്ധിയോടുകൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ, കർത്താവിനെ അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ, കർത്താവ് നിനക്കൊരു നന്മയും നിഷേധിക്കുകയില്ല. സത്യമാ പറയണേ. ജോസഫ്, പൂർവ്വ യൗസേപ്പ് പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിച്ചു. അവനൊരു നന്മയും കർത്താവ് നിഷേധിച്ചില്ല. ഈജിപ്തിൻ്റെ അധിപനായി പിന്നീട് മാറുന്നുണ്ട്. ജോബിനെ ദൈവം താൽക്കാലികമായി പരീക്ഷിക്കുന്നുണ്ടെങ്കിലും വിശുദ്ധനായി അവൻ ജീവിച്ചത് കൊണ്ട്, പരമാർത്ഥ ഹൃദയത്തോടെ ജീവിച്ചത് കൊണ്ട് അവന് എല്ലാം 7 മടങ്ങായി കർത്താവ് നൽകുന്നുണ്ട്. അനുഗ്രഹിക്കുകയാണ് കർത്താവ്, സമൃദ്ധി നൽകുകയാണ് കർത്താവ്. അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കുക. വിശുദ്ധിയോടുകൂടെ ജീവിക്കുക. കർത്താവ് നിനക്ക് ഒന്നിനും കുറവ് വരുത്തത്തില്ല. 2 യജമാനന്മാരെ സേവിക്കാൻ നിൽക്കരുത്, ലോകത്തെയും ദൈവത്തെയും. യാക്കോബ് 4:4 ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തോട് പ്രാർത്ഥിക്കുകയും മദ്യപിക്കാൻ പോവുകയും ചെയ്യുക, ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വ്യഭിചരിക്കാൻ പോവുകയും ചെയ്യുക, ദൈവത്തോട് പ്രാർത്ഥിക്കുകയും കഞ്ചാവും മറ്റ് തിന്മകളും ഒക്കെ ഉപയോഗിക്കാൻ പോവുക, ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ജഡികാസക്തിയിലും ഒഴുകി ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇത് പരമാർത്ഥ ഹൃദയമല്ല. നിന്റെ ഹൃദയം ദൈവത്തിൽ ഉറച്ചിട്ടില്ല. ഇന്ന് കർത്താവിനോട് യാചിക്കണം, ഈശോയെ പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയുടെ മുന്നിൽ അണയാനുള്ള കൃപ നൽകണമേ എന്ന് തീരുമാനം എടുക്കണം. ഈശോയെ, ഇനി അങ്ങ് ഇഷ്ടപ്പെടുന്ന വഴികളിലൂടെ ഞാൻ നടക്കും. ഈ ലോകത്തിൻ്റെ ചെയ്തികളെയും ദുർവാസനകളെയൊക്കെ ഞാൻ പരിത്യജിക്കും. അങ്ങയുടെ വഴികളിൽ നടന്ന് കൃപയും അനുഗ്രഹവും സമൃദ്ധിയും ഞാൻ അങ്ങിൽ നിന്ന് നേടിയെടുക്കുമെന്ന് ഒരു പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങയുടെ വഴിയിൽ മുന്നേറാൻ കൃപ നൽകണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നന്നായി ഉറങ്ങാൻ നിങ്ങളെ ഇന്ന് അനുഗ്രഹിക്കുകയും നിങ്ങളെ ഇന്ന് പൊതിഞ്ഞു പിടിക്കുകയും ചെയ്യട്ടെ.